വിശുദ്ധ സെബസ്ത്യാനോസ് വഴി ധാരാളം അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളെയും, ഇവിടെ വന്നു ചേർന്ന എല്ലാവരെയും, എല്ലാ വ്യക്തികളെയും, മക്കളെയും ഒക്കെ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന്. സമാധാനം, സന്തോഷം, കൂട്ടായ്മ, ഐക്യത്തിലൊക്കെ മുന്നോട്ട് പോകാൻ, മറ്റുള്ളവർക്ക് സഹായകമായി നിലകൊള്ളാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, സഹായിക്കാൻ ഒക്കെ ഉള്ള നല്ല മനസ്സുള്ള വ്യക്തികളായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങേ പ്രിയമക്കളായ ഞങ്ങൾക്കും ശാശ്വതമായ ശാരീരികാരോഗ്യവും മാനസികാനന്ദവും പ്രദാനം ചെയ്യണമേ. ലൗകിക വിഷമതകൾ വിമുക്തരായി നിത്യ സൗഭാഗ്യം പ്രാപിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥം ഞങ്ങൾക്ക് സഹായകമാകട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവുമായി ലയിക്കത്തിൽ എന്നും ദൈവമായി ജീവിച്ചുവാൻ ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണം. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്ന് 2-ാം അധ്യായം 1 മുതൽ 4 വരെയും 10 മുതൽ 12 വരെയുമുള്ള വാക്യങ്ങൾ. മരണം അടുത്തപ്പോൾ ദാവീദ് പുത്രൻ സോളമനെ അടുത്ത് വിളിച്ച് പ്രകാരം നിർദ്ദേശിച്ചു: മർത്യന്റെ പാതയിൽ ഞാനും പോകുന്നു. ധീരനായിരിക്കുക, പൗരുഷത്തോടെ പെരുമാറുക, നിന്റെ ദൈവമായ കർത്താവിന്റെ ശാസനങ്ങൾ നിറവേറ്റുക. മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതുപോലെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷികളും അനുസരിക്കുകയും ചെയ്യുക. നിന്റെ എല്ലാ സൽപ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമടയും. നിന്റെ സന്താനങ്ങൾ നേർവഴിക്ക് നടക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എൻ്റെ മുൻപിൽ വിശ്വസ്തരായി വർത്തിക്കുകയും ചെയ്താൽ നിന്റെ സന്തതി ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ നിന്ന് അറ്റുപോവുകയില്ല എന്ന് കർത്താവ് എന്നോട് അരുൾ ചെയ്ത വാഗ്ദാനം നിറവേറ്റേണ്ടതിന് നീ അവിടുത്തെ അനുസരിക്കുക. ദാവീദ് മരിച്ചു, അവനെ സ്വനഗരത്തിൽ അടക്കം ചെയ്തു. അവൻ ഇസ്രായേലിൽ 40 വർഷം ഭരിച്ചു. 7 വർഷം ഹെബ്രോണിലും 33 വർഷം ജെറുസലേമിലും പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ സോളമൻ ആരൂഢനായി. അവന്റെ രാജ്യം സുപ്രതിഷ്ഠിതമായി. ദൈവവചനമാണ് നാം കേട്ടത്. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങ് സമസ്തവും ഭരിക്കുന്നു. കർത്താവേ, അങ്ങ് സമസ്തവും ഭരിക്കുന്നു. എല്ലാവരുടെയും മുൻപിൽ വെച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു: ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. കർത്താവേ, അങ്ങ് സമസ്തവും ഭരിക്കുന്നു. കർത്താവേ, മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നിത്യവും അങ്ങയുടേതാകുന്നു. ആകാശത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം അങ്ങയുടേത്. കർത്താവേ, അങ്ങ് സമസ്തവും ഭരിക്കുന്നു. കർത്താവേ, രാജ്യം അങ്ങയുടേത്. അങ്ങ് എല്ലാറ്റിന്റെയും അധീശനായി സ്തുതിക്കപ്പെടുന്നു. സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത്. കർത്താവേ, അങ്ങ് സമസ്തവും ഭരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ.
കർത്താവ് നിങ്ങളോടുകൂടെ. കൂടെ വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങയുടെ മഹത്വം. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകനായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു, ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും. അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നു കുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, പോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവനും. ദൈവ വചനമാണ് നാം കേട്ടത്. സുവിശേഷ വചനങ്ങൾ നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ഇടവക കുടുംബത്തിന്റെ കുടുംബനാഥനായ ബഹുമാനപ്പെട്ട വികാരിയച്ച, ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ച, ബെനിയച്ച, പ്രിയ ബ്രദേഴ്സ്, പ്രസിദ്ധന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വിമലമായിടുമെൻ ലഘുജീവിതത്തെ വിപലമായി നയിച്ചു ഞാൻ ഉലകിൽ കഷ്ടം. വിപലമായിടുമെൻ ലഘുജീവിതത്തെ വിഫലമായുലകിൽ നയിച്ചു ഞാൻ കഷ്ടം. ചിലപ്പോഴെങ്കിലും ആധ്യാത്മിക ഉന്നതിയുടെ സമയത്ത് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും, വിഫലമാകേണ്ട എൻ്റെ ജീവിതത്തെ ഞാൻ എന്തുകൊണ്ട് വിഫലമാക്കി? കഥയിൽ കഥാവ് പറയുന്ന മനുഷ്യൻ അറപ്പുരകൾ പൊളിച്ചു പണിത് വിപുലമാക്കുകയാണ്. വലിയ സമ്പത്ത് വന്നു ചേരുമ്പോൾ സൗഭാഗ്യം തന്നെ തേടി എത്തിയിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് മനുഷ്യൻ ഒന്ന് വിസ്തൃതിയാക്കുന്നു, വിപുലമാക്കുന്നു. കുറെ നാൾ മുമ്പ് നിങ്ങളൊക്കെ കേട്ട് തഴപ്പിച്ചൊരു കാര്യമുണ്ട്. ചേച്ചിയെ അവനൊന്ന് പിടിച്ച്, അപ്പം മെമ്പർ അറിഞ്ഞില്ലേ അവന് ഗൾഫിൽ ജോലി കിട്ടിപ്പോയി. ഓ, അപ്പൊ നമ്മുടെ നാടും പുരോഗമിക്കുന്നുണ്ട്. ഈ കുറച്ച് അടുത്ത നാളുകൾ വരെ നിങ്ങൾ ദിവസവും ടിവിയിൽ കേട്ടുകൊണ്ടിരുന്ന പരസ്യം, നമ്മുടെ നാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുക. തുടക്കത്തിൽ അഭിയുദ്ധി മോൺസിനോർ സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടം നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കുന്നു. ഒരുപാട് ഉൾക്കാഴ്ചകൾ നമ്മിലേക്ക് നൽകാൻ തക്ക വിധത്തിൽ ജീവിതത്തിന്റെ ഗതിവിഗതികൾ മാറിയിരിക്കുന്നു. ഏതെല്ലാം മേഖലകളിൽ, ഏതെല്ലാം തലങ്ങളിൽ, ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ നാട് പുരോഗമിച്ചിരിക്കുന്നത്? പണ്ടകാലം സെമിനാരിയിൽ പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു 10-20 കൊല്ലം മുമ്പ് ഈ പ്രദേശത്തുനിന്ന് വന്നു പോയതാണ്. ഡീക്കനായിരിക്കുമ്പോൾ
ഡാനിയേൽ പിതാവിൻ്റെ കൂടെ മണലിക്കാട് ആശ്രമത്തിൽ വന്ന ഒരു ചെറിയ ഓർമ്മ എനിക്കുണ്ട്. ഈ നാടെത്ര പുരോഗമിച്ചിരിക്കുന്നു, ഈ പ്രദേശം എത്ര മാറിയിരിക്കുന്നു, മനോഹരമായ റോഡുകൾ, സംവിധാനങ്ങൾ. നമ്മുടെ നാട്, നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിത ശൈലി അനുദിനം വിപുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പരിശുദ്ധ മാതാവിന്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് ഈ ഇടവക സമൂഹം ഈ ദിവ്യാൾക്കാരുടെ മുമ്പിൽ ബലിയർപ്പിക്കുമ്പോൾ വിമലമാകേണ്ട എന്റെ ജീവിതത്തെ എന്തുകൊണ്ട് വിഫലമായി ഞാൻ നയിച്ചു എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ട്. കാരണം ഈ വിപുലീകരണത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ജീവിത സത്യങ്ങളെ, ആത്മീയ നന്മകളെ കുറിച്ച് ഓർക്കാൻ കൂടി ഈ തിരുനാൾ നമ്മെ സഹായിക്കുന്നു. മറിയത്തിന്റെ ജീവിതത്തിൽ ഇതുപോലൊരു വിപുലീകരണം സംഭവിക്കുന്നുണ്ട്. വെറുമൊരു സാധാരണ പെൺകുട്ടിയോട് മാലാഖമെന്ന് പറയുന്നു, നീ ദൈവമാതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്തൊരു ജീവിതത്തിന്റെ വിപുലീകരണമാണ് സംഭവിക്കുന്നത്. ഒരു സാധാരണ സ്ത്രീത്വത്തിൽ നിന്ന് ദൈവമാതൃ സ്ഥാനത്തേക്ക് ഒരുവൾ ഉയർത്തപ്പെടുക, ജീവിതം വിപുലീകരിക്കുക, പുരോഗമിക്കുകയാണ്. പരിശുദ്ധ മറിയം അത് കേട്ട മാത്രയിൽ ചിന്തിക്കുന്നത് താൻ അതിന് യോഗ്യയല്ല എന്നുള്ളതാണ്. ദൈവം ഇത് തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിർവഹിക്കട്ടെ എന്ന് പറയുന്ന മറിയം തന്റെ വലിപ്പമേറിയ ഈ ഭൂമിയിൽ ആർക്കും ലഭിക്കാത്ത വലിപ്പത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ധൃതിയിൽ പോകുന്നത് മറ്റാർക്കോ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയാണ്, മറ്റാരെയോ സ്നേഹിക്കാനാണ്. സ്നേഹിച്ചു തീരാത്ത എന്റെ ജീവിതത്തിൽ, സേവനം ചെയ്ത് കൊതി തീരാത്ത എന്റെ ഹൃദയത്തിൽ നിന്ന് ഉള്ളറവയായി ഇറങ്ങുന്ന സേവനത്തിന്റെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും വഴികൾ തേടി മാതാവ് തിടുക്കത്തിൽ പുറപ്പെട്ടു എന്നാണ് സുവിശേഷത്തിൽ നാം വായിക്കുക. അങ്ങനെ ദൈവം നൽകിയ ജീവിതത്തെ വിമലമായി നയിച്ച മറിയത്തെ നമ്മൾ വിമല ഹൃദയനാഥ എന്ന് വിളിക്കുന്നു. നോൻപുകാലങ്ങളിൽ ഞാൻ എൻ്റെ പള്ളിയിൽ ഒരു പെട്ടി പള്ളിയുടെ കർത്താരുടെ മുമ്പിൽ വയ്ക്കും. നോൻപുകാല സംഭാവന, പള്ളിക്കുള്ള പിരിവല്ല. അത് കൂട്ടിവെച്ച് അതിൽ വീഴുന്ന നോൻപ് കാലത്തിന്റെ ഇറച്ചിയുടെയും മീന്റെയൊക്കെ കാശ് കൊണ്ടെന്ന് ജനങ്ങൾ അതിലിടും. അതുകൊണ്ട് ഞാൻ സാധാരണഗതിയിൽ യുവജനങ്ങളെയും കൊണ്ട് ഏതെങ്കിലും ഇതുപോലെയുള്ള മന്ദിരങ്ങളിൽ പോകും. വല്ല വൃദ്ധസദനങ്ങളിലോ മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്ന തലങ്ങളിലോ അനാഥാലയങ്ങളിലോ ഒക്കെ പോകും. അങ്ങനെ 2 വർഷം മുമ്പ് ഒരു വൃദ്ധസദനത്തിലെത്തി. അമ്മച്ചിമാർ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് വെളുപ്പിനെ എഴുന്നേറ്റ് ഞങ്ങൾ ഇരുന്നുണ്ടാക്കിയ ഭക്ഷണം വിളമ്പിക്കൊടുത്ത് ആ അമ്മമാരോട് കൂടി ഇരിക്കുമ്പോ സ്വന്തം മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സ്റ്റീൽ പ്ലേറ്റുകൾ ചോറ് വാങ്ങിച്ചിട്ട് ഒരമ്മ എന്നോട് പറഞ്ഞു, ഞങ്ങളൊക്കെ ആരുമില്ലാത്തവരാണ് എന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്കൊക്കെ എല്ലാവരും ഉണ്ട്. ഇതിപ്പോ ലോകമല്ല, ഇത് വേറെ ഏതാണ്ടായിരിക്കുന്നു. ഇതാണോ ലോകം? ഇതല്ല ലോകം. അത്രയും പറഞ്ഞ് അമ്മച്ചി തനിക്ക് കിട്ടിയ ഭക്ഷണവുമായി മുറിയിലേക്ക് പോയി. ഇതല്ല ലോകം, ഇതിപ്പോ വേറെ ഏതാണ്ടായിരിക്കുന്നു എന്ന്. മാതാപിതാ, ഗുരു, ദൈവം എന്നൊക്കെ പണ്ടുകാലത്ത് കാരണവന്മാര് മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പ്രായമെത്തി കഴിയുമ്പോ മാതാപിതാക്കൾക്ക് മക്കളെ കാണുമ്പോൾ മക്കളാണെന്ന് തന്നെ തോന്നാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ പുരോഗമനം എത്തി നിൽക്കുകയാണ്. അപ്പന് മകളെ കാണുമ്പോൾ മകളാണെന്നല്ല തോന്നുക, വേറെ ഏതാണ്ടൊക്കെയാണ്. ലൈംഗിക ചൂഷകരായി പോലും മാതാപിതാക്കൾ മാറുന്ന ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോ എന്ത് വികസനം എന്റെ കുടുംബത്തിൽ, എന്റെ കുടുംബജീവിത സാഹചര്യങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ മാതാവിന്റെ തിരുനാൾ നമ്മെ സഹായിക്കണം. എന്ത് വികസനം, ഏത് നിലയിലേക്ക് എന്റെ ജീവിതത്തിന്റെ വികസനം എത്തി നിൽക്കുന്നു എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവമാതൃതലത്തിലേക്ക് ജീവിതത്തെ വിപുലീകരിപ്പിക്കപ്പെട്ടപ്പോൾ മറിയം ചിന്തിച്ച വിനയത്തിന്റെയും എളിമയുടെയും സ്നേഹത്തിന്റെയും ആത്മീയ ചൈതന്യത്തിന്റെയും ചിന്ത ഈ തിരുനാൾ നമ്മിൽ പകർന്നു നൽകട്ടെ. പ്രബോധനം നൽകിയ മുനിയോട് ഒരുവൻ ചോദിച്ചു, ദൈവം എന്തുകൊണ്ട് ഈ ലോകത്തെ ഇങ്ങനെ സൃഷ്ടിച്ചു?
ഇത്രമാത്രം ദുരിതം, ഇത്രമാത്രം സങ്കടം, ഇത്രമാത്രം കഷ്ടത, ഇത്രമാത്രം വൈരുദ്ധ്യാത്മകതയുള്ള ഒരു ലോകത്തെ ദൈവം എന്തുകൊണ്ട് സൃഷ്ടിച്ചു? ഞാനായിരുന്നുവെങ്കിൽ ഈ ലോകം സൃഷ്ടിച്ചു തരുന്നെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ലോകം ഞാൻ സൃഷ്ടിച്ചേരുന്നു. മുനി അവനോട് പറഞ്ഞു, ശരിയാണ് മോനെ, നിനക്ക് അതിനുള്ള കഴിവുണ്ട് എന്നതുകൊണ്ട് ആ ദൈവം നിന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്, നിന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ഇത് കുറെ കൂടി മെച്ചമുള്ളതാക്കാൻ, ഇത് കുറെ കൂടി മെനയുള്ളതാക്കാൻ, ഇത് കുറെ കൂടി അടുക്കും ചിട്ടയുമുള്ളതാക്കാൻ നിനക്ക് കഴിവുണ്ടെന്നുള്ളത് കൊണ്ടാണ് ദൈവം നിന്നെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, തിരുനാളിന് വന്നണയുമ്പോൾ ഇത് ആണ്ടുതോറും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. വെടിപടക്കങ്ങളോടെ, കൊട്ടിഘോഷങ്ങളോടെ വിപുലപ്പെടുത്തിയ തിരുനാൾ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കുചേർന്ന് തിരിച്ചു പോകുമ്പോൾ ഈ ലോകത്തെ മെച്ചപ്പെടുത്താൻ ദൈവം എന്നെ ഈ ഭൂമിയിൽ എനിക്ക് ജീവിതം നൽകിക്കൊണ്ട് ഇവിടെ ആക്കിയിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. എങ്ങനെ ജീവിക്കുന്നു അങ്ങനെ മരിക്കുന്നു എന്നൊരു ചൊല്ല് ഉണ്ട്. മറിയം എങ്ങനെ ജീവിച്ചു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് സ്വർഗാരോപതയായി തീരുന്ന, തന്റെ ജീവിതത്തിന് സ്വർഗത്തിൽ അന്ത്യം കണ്ടെത്തിയ പരിശുദ്ധ മറിയത്തിന്റെ ജീവിതം. എങ്ങനെ ജീവിക്കുന്നു എന്നത് ഗൗരവമായിട്ടെടുക്കാൻ, ചിന്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്ന് പലരും ഒന്നിനെ കുറിച്ചും വലിയ ഗൗരവത്തിൽ എടുക്കുന്നില്ല, എല്ലാം ഈസി ആയിരുന്നില്ല. എന്റെ ജീവിതത്തെ എങ്കിലും ഒന്ന് ഗൗരവമായിട്ടെടുക്കാൻ ഈ തിരുനാള് സഹായിക്കുന്നില്ല എങ്കിൽ പ്രസിദ്ധന്മാരുടെ കീശയിലെ കാശ് കളഞ്ഞ ഒരു പരിപാടിയായി തിരുനാൾ അങ്ങ് ചുരുങ്ങിപ്പോകും, നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ നാട് വികസിക്കട്ടെ, നമ്മുടെ കുടുംബം വികസിക്കട്ടെ, നമ്മുടെ ജീവിത ശൈലികൾ വികസിക്കട്ടെ, നമ്മുടെ ആത്മാവ് ദൈവപിതാവിന്റെ പക്കലേക്ക് വികസിക്കുമാറാകട്ടെ. ആമേൻ. നമ്മെ സ്നേഹിക്കുന്ന പിതാവായ ദൈവത്തിന് മുൻപിൽ നമ്മുടെ ആവശ്യങ്ങളും അപേക്ഷകളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്, പ്രത്യേകമായ വിധത്തിൽ ഞങ്ങളെ വിശുദ്ധിയിൽ മുന്നോട്ട് നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസഭയെ കാത്തുപരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രത്യേക ദൈവമേ, അങ്ങേ പരിശുദ്ധാത്മാവിന്റെ പുത്തൻ ചൈതന്യം വഹിച്ച് തിരുസഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പിതാവിനെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും നിറയ്ക്കണമെന്നും നയിക്കണമെന്നും അവർക്ക് ശക്തിയും ബലവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എറുമ്പിൻ കൂട്ടം എത്രയോ ദുർബലം എങ്കിലും അവ വേനൽക്കാലത്ത് ആഹാരം കരുതി